എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റൈസ് റെസിപ്പി ആയിട്ടോ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. അതും കുക്കറിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ചിക്കൻ ഹനീത്താണ് റെഡിയാക്കിയെടുക്കുന്നത്. നല്ല ഫ്ലേവർഫുള്ളായ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസ് റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. 3 കപ്പ് ബസ്മതി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ഒന്ന് വറുത്തെടുക്കണം. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇതിൽ മല്ലിയൊക്കെ ചേർത്തിട്ടുണ്ട്. മല്ലി ഇല്ല, പച്ചമല്ലി ഇല്ലാന്നുണ്ടെങ്കിൽ പൊടി ലാസ്റ്റ് സ്റ്റേജിൽ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ആ സ്റ്റേജിൽ ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്ക് 1 കിലോ ചിക്കൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മസാലപ്പൊടിയും 2 മാഗി ക്യൂബും ആവശ്യത്തിന് ഉപ്പും 2 കപ്പ് വെള്ളവും ചേർത്തിട്ട് ഒറ്റ വിസിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒറ്റ വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കനൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ചിക്കൻ ഇതിൽ നിന്ന് മാറ്റി വെക്കാം. ചിക്കൻ്റെ സ്റ്റോക്കും മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് ആ ഒരു കുക്കറിൽ തന്നെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 1 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കാം. സ്പൈസസ് ഒക്കെ കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെയൊക്കെ ഇൻഗ്രീഡിയൻസ് ക്യാപ്ഷനിൽ കൊടുക്കാവേ. സവാള പൊടിയായിട്ട് അരിഞ്ഞതും 1 ക്യാപ്സിക്കം 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം ചിക്കൻ സ്റ്റോക്കും അതേപോലെ ബാക്കി വെള്ളവും ചേർത്ത് കൊടുക്കുക. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിലാട്ടോ ചേർക്കുക. ടോട്ടൽ 4.5 കപ്പ് ചിക്കൻ സ്റ്റോക്ക് അടക്കം 4.5 കപ്പാട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ വരുന്നവരെ വേവിച്ചെടുത്താൽ മതി കേട്ടോ. അതേസമയം വേറൊരു പാനിൽ സൺഫ്ലവർ ഓയിലിൽ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ട് അതിൽ ഈ ഒരു ചിക്കൻ എല്ലാം ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഷാലോ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കാം. പ്രഷർ കംപ്ലീറ്റ് പോയതിനു ശേഷം അതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് റെസിപ്പി FBയിൽ യൂട്യൂബിലുണ്ട്.